ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ദേവസഹായം പിള്ളൈ മൗണ്ടിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇതൊരു ഡിവോഷണൽ പ്ലേസ് ആയിരുന്നാലും നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസാണ്. കാണാനൊക്കെ നല്ല ചന്തമാണ്. അവിടുത്തെ ഏരിയയും പള്ളിയും മലകളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ മാപ്പ്. പിന്നെ പള്ളിക്കകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പള്ളിയിൽ കുരിശിൻ്റെ വഴിയാണ് ഇതുപോലെ പള്ളിയുടെ ചോറിന് ചുറ്റും വച്ചേക്കുന്നത്. ഇവരുടെ പള്ളിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസഹായം പിള്ളയുടെ ഹിസ്റ്ററിയാണ് ഇവിടെ വച്ചേക്കുന്നത്. പുള്ളിയുടെ ഓരോ മരിക്കുന്നത് വരെയുള്ള ഓരോ സ്റ്റേജസ് ഇല്ലേ, അതൊക്കെയെല്ലാമാണ് ഈ പള്ളിക്ക് ചുറ്റും വച്ചേക്കുന്നത്. മലയുടെ ഇടയിൽ അടിപൊളിയല്ലേ, പാറയൊക്കെ ഇരിക്കും. നോക്ക് എൻ്റെ മോനെ. ഇവിടെ നിന്ന് മുകളിലോട്ടേക്ക് നടക്കുമ്പോഴാണ് ദേവസഹായം പിള്ളെ വെടിയേറ്റ് മരിച്ച സ്ഥലം ഇതാണെന്നാണ് അവിടെ താഴെ ഒരു ഇതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത്. അതായത് ഇതിൽ കറക്റ്റായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മുകളിൽ കയറുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ പള്ളിക്കകത്താണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്രെയിമാണ് നമ്മുടെ പള്ളിക്കകത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പള്ളിക്കകത്ത് ദേവസഹായം പിള്ളയുടെ ഹിസ്റ്ററി വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഓരോ 14 1-ാം സ്ഥലം മുതൽ 14-ാം സ്ഥലം വരെ ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിക്ക് ചുറ്റും പടി കയറി മുകളിലോട്ടേക്ക് എത്തി കറക്റ്റ് എൻഡ് പോയിന്റിൽ എത്തുന്നത് വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പടി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നും ആ ഒരു കുരിശിൻ്റെ വഴിക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും. പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ?
ഇവിടെ ഇത്രയും മനോഹരമായ സ്ഥലമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ വരെയും ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു വർക്കിംഗ് ഡേയിലാണ് പോയത്, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രം എന്തോ ആയിരുന്നു, ഇല്ല ഒരു ഫാമിലി കൂടെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാൾ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ആ ഒരു വ്യൂ ഉണ്ടോ, ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആയത്. അവിടെ താഴെ ഒരു കായലും പാറയും. ഇതാണ് ബെൽ റോക്ക്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസഹായം പിള്ളയെ വെടിവെച്ച സമയത്ത് ഒരു കഷ്ണം കല്ല് തറയിൽ വന്ന് വീണായിരുന്നു. ആ കല്ലിൽ നമ്മുടെ പള്ളിമണിയുടെ ശബ്ദമുള്ളതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചരിത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം വഴി ഒരു മരണമണി അടിച്ചു എന്നാണ്. ഇപ്പോഴും ആ കല്ലിൽ ആ ശബ്ദം കേൾക്കാം. ആ പാറയിൽ അടിക്കുക കല്ല് വെച്ച്, അതിൽ ആ ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് നോക്ക്, സൗണ്ട് കണ്ട. അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ. അപ്പോൾ അത്രയൊക്കെയാണ് ദേവസഹായ മൗണ്ടിലെ കാഴ്ചകൾ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.